ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിലൊന്നായിരുന്നു പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിക്കെതിരായ ഫാക്ടറിക്കെതിരായ സമരം. അപ്പോൾ ആ സമരം കഴിഞ്ഞ് കമ്പനി പൂട്ടിപ്പോയി. അതിനുശേഷം ആ കമ്പനിയും അതുമായി നിലനിൽക്കുന്ന 37 ഏക്കറോളം ഭൂമിയും അവിടെയുണ്ട്. ഈ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഇപ്പോഴും കൊടുത്തു തീർത്തിട്ടില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ കൊക്കക്കോള കമ്പനിയും അതായത് ഫാക്ടറിയും ആ സ്ഥലവുമൊക്കെ ഈ കമ്പനി ഉടമകൾ കൊക്കക്കോള സർക്കാരിന് കൈമാറി. അപ്പോൾ ഈ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരമൊന്നും കൊടുത്തു തീർക്കാതെ പ്ലാച്ചിമട ട്രിബ്യൂണൽ അക്കാര്യങ്ങളിലൊന്നും ഒരു പരിഹാരമാകാതെയാണ് ഇപ്പോൾ ഈ ഭൂമി കൈമാറ്റം ഒപ്പം ഈ പ്ലോട്ട് കൈമാറ്റവും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കമ്പനിക്ക് വേണ്ടിയുള്ള കങ്കാണിപ്പണി എടുക്കുകയാണ് സർക്കാർ എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് നിലവിൽ പഴയ സമരസമിതി അവിടെ വീണ്ടും പ്രതികരണവുമായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതും കൂടി അവസാനമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാച്ചിമടയുടെ കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ പുതിയ നീക്കം? വ്യവസായി പ്ലാച്ചിമടയിലെ ഒരു കാര്യം സൈഫ് മനസ്സിൻ്റെ കമ്പനി പൂട്ടി എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയാവില്ല. കമ്പനി കൊക്കക്കോളയുടെ പ്ലാച്ചിമടയിലെ ഈ കൊക്കക്കോള പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറയുമ്പോൾ കമ്പനി പൂട്ടി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പിന്നീടുള്ള നടപടികളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കമ്പനി ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ അവരുടെ കെട്ടിടം അവിടെ ഉണ്ട്. അവരുടെ കുറച്ച് 1-2 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് അവിടെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ സേഫ് പറഞ്ഞവർ കഴിഞ്ഞ ദിവസം അവരും പോവുകയും ആ ഭൂമി കെട്ടിടമടക്കമുള്ള ആ ഭൂമി ഔദ്യോഗികമായി സർക്കാരിന് കൈമാറുകയും സർക്കാർ അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാർ അത് സ്വീകരിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? കൊക്കക്കോല എന്ന കമ്പനി കേരളത്തിൽ ഇല്ലാതായി. അപ്പോൾ 216 കോടി രൂപയുടെ നഷ്ടമാണ് കൊക്കക്കോള പ്ലാച്ചിമടയിലെ ജനങ്ങൾക്ക് മേൽ, കർഷകർക്കും ആദിവാസികൾക്കും മേൽ ഉണ്ടാക്കിയത് എന്ന് 2010 ഇടതുപക്ഷ സർക്കാർ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ നിശ്ചയിച്ച ഡോക്ടർ ജയകുമാർ കമ്മീഷനാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2016 കോടി 2016.26 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ആ നഷ്ടം ആരിൽ നിന്ന് ഈടാക്കണം? കൊക്കക്കോല കമ്പനിയിൽ നിന്ന് ഈടാക്കണം. അപ്പോൾ കൊക്കക്കോല കമ്പനിയിൽ നിന്ന് ഈടാക്കണമെങ്കിൽ ആ കമ്പനി ഇവിടെ വേണ്ടേ? അപ്പോൾ സർക്കാർ ഈ ഭൂമി അവർ സൗജന്യമായി നൽകിയ ഈ ഭൂമി ഏറ്റെടുക്കുക വഴി സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? കൊക്കക്കോളയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ഒരു വിൻഡോ അതങ്ങോട്ട് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊക്കക്കോള ഫ്രീ ആയി, അവർ പോയി എന്ന് പറഞ്ഞാൽ പത്മജ പോയി എന്ന് പറഞ്ഞാൽ കൊക്കക്കോള പോയി, ഇനിയൊന്നുമില്ല. അപ്പോൾ ഈ 2016 കോടി ആരിത് കൊടുക്കും? അപ്പോൾ 2016 കോടി രൂപ അവിടെയുള്ള ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ നിയമസഭ ഐക്യകണ്ഠേന ഒരു ബിൽ പാസ്സാക്കുന്നുണ്ട്. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ. ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നു. റഫറൻസ് രാഷ്ട്രപതിക്ക് അയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇവിടുന്ന് തന്നെ ഗവർണറുടെ അസൻറ്റ് കിട്ടാവുന്ന ഒരു ബില്ലായിരുന്നാണ് നിയമവിദഗ്ധർ അതേക്കുറിച്ച് പറയുന്നത്. എനിവേ അത് അങ്ങോട്ടേക്ക് വിടുന്നു. അന്ന് UP ആണ് അവിടെ ഭരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ അവിടുന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിലേക്കും ഹോം മിനിസ്ട്രിയിലേക്കും അത് റെഫർ ചെയ്യുന്നുണ്ട്. ഹോം മിനിസ്റ്റർ ആരാ? C. ചിദംബരം. കൊക്കക്കോളയുടെ ലീഗൽ അഡ്വൈസർ ആരാ? നളിനി ചിദംബരം. അപ്പോൾ എന്താ സംഭവിക്കാൻ നമുക്കറിയാവുന്നതല്ലേ ഉള്ളൂ. അത് അവിടെ കിടക്കുകയാണെന്നേ. അതേക്കുറിച്ച് ഈ ബില്ലിന് എന്തു സംഭവിച്ചു? അത് രാഷ്ട്രപതിയുടെ ഗവർണർ ആസൻ്റാണോ, രാഷ്ട്രപതിയുടെ റെഫറൻസാണോ, എന്താണ് ആ ബഹുമാനപ്പെട്ട ബില്ല് എവിടെ എന്നതിന്? നമ്മുടെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയൊരു ബില്ലിൻ്റെ കഥയാണ് കേട്ടോ ഇതൊക്കെ ഉഡായിപ്പ് പരിപാടിയാണ്. കൊക്കക്കോലയിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് അത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള രാഷ്ട്രീയമായ ഒരു ബില്ലൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. പക്ഷേ 2016 ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് LDF ഇറക്കിയ പ്രകടന പത്രികയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാച്ചിമടയിലെ കൊക്കക്കോല ഉണ്ടാക്കിയ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകും എന്ന് LDFൻ്റെ പ്രകടന പത്രികയിലുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹം ഇതുവരയ്ക്കും, അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇതുവരയ്ക്കും കൊക്കക്കോള എന്ന വാക്ക് അല്ലെങ്കിൽ പ്ലാച്ചിമട എന്ന വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല മനസ്സിലാക്കണം. അതേക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി കൃഷ്ണൻകുട്ടി ഈ നാട്ടുകാരനാണ്, ചിറ്റൂരുകാരനാണ്, ചിറ്റൂർ MLA ആണ്, പ്ലാച്ചിമടയ്ക്ക് അടുത്താണ്. കൊക്കക്കോല കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും
പിണറായി വിജയനും കൊക്കക്കോള കമ്പനിക്കും കൂടി നടത്തിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണിത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ സമരം ചെയ്തുകൊണ്ട് അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. പ്ലാച്ചിമടയിൽ സമരം അവസാനിച്ചിട്ടില്ല, അവിടെ ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവിടെ സമരപ്പന്തലുണ്ട്. ഈ പറയുന്ന കൊക്കക്കോല അവരുടെ പ്ലാന്റ് മാനുഫാക്ചറിങ് നിർത്തിയതിന് ശേഷവും സമരം അവിടെ നടക്കുന്നുണ്ട്, ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കില്ല. ഇതതിൻ്റെ പരിപാടി. ഇതൊക്കെ നിസ്സാരമാണ്. 84 ഭോപ്പാൽ ദുരന്തം ഉണ്ടല്ലോ, യൂണിയൻ കാർബൈഡ്. ഭോപ്പാൽ ഒരുപക്ഷെ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഫാക്ടറി മിസ്ഹാപ്പ് എന്ന് പറയാവുന്ന ട്രാജഡി എന്ന് പറയുന്ന സംഭവമാണ്. 8000-ലേറെ ആളുകൾ മരിച്ചിട്ടുണ്ട് അവിടെ. 2000 ചില്ലാനാണ് ഔദ്യോഗിക കണക്ക്. ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ വിഷപ്പ് ശ്വസിച്ചത്. അപ്പോൾ ഇത്രയും മാരകമായ 2000 എന്നുള്ള ഔദ്യോഗിക കണക്കും 8000 എന്നുള്ള അനൗദ്യോഗിക കണക്കും വിട്ട് നടുവ് പിടിക്കുക 5000 ആളുകളുണ്ട്. 5000 ആളുകൾ മരിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ വിഷബാധ ഏൽക്കുന്ന മാരകമായ ഇത് പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നിട്ടുണ്ട്. പെർമനൻറ്റ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടുക, കേൾവിശക്തി നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാരകമായി പ്രഹരിച്ച ഒരു ദുരന്തം, ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ, ലോകത്ത് തന്നെ ഏറ്റവും മാരകമായ ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ഒരു ദിവസം, ഇപ്പോൾ അര ദിവസം ജയിലിൽ കിടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനിയാണ് യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവരോട് മുട്ടാൻ അല്ലെങ്കിൽ അവർ നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ, അവരുടെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പിടിച്ച് ജയിലിടാനെന്നുള്ള ആംബിയറൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല, ഒരു രാഷ്ട്രീയ നേതാവിനും ഇല്ല. അതുതന്നെയാണ് കൊക്കക്കോളയുടെയും കാര്യത്തിൽ. അപ്പോൾ പ്ലാച്ചിമടയിലെ ഈ സമരസമിതിയും ആദിവാസികളൊക്കെ അവർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെങ്ങനെ പോകും, എത്രത്തോളം വിജയിക്കുമെന്ന് നമ്മൾ കാണേണ്ടി വരും. ഇതെന്തായിരിക്കും ഇങ്ങനെ ഒരു നീക്കം ജെയിംസ്? ഈ പ്ലാച്ചിമടയിലെ കൊക്കക്കോളയ്ക്കെതിരെ സമരം പ്ലാച്ചിമടയിലെ ആദിവാസികളായ അവിടുത്തെ നാട്ടുകാർ മാത്രം നടത്തിയ സമരമല്ല, ലോകം മുഴുവൻ കൂടുന്നൊരു സമരമാണ്. അതിനൊരു ദേശീയ സമരം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സമരമായിരുന്നു. കാരണം BBC-യിൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തു വരികയാണ്. ആ BBC-യുടെ ഡോക്യുമെൻ്ററി പുറത്തു വരുമ്പോഴാണ് ഇതിനൊരു ആഗോള ശ്രദ്ധ കിട്ടുന്നത്. ഈ കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള ഒരു ലോക്കൽ ആളുകൾ നടത്തുന്ന ഒരു സമരം, അവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം നടത്തുന്ന ഒരു സമരത്തെ എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ശ്രദ്ധ കിട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു കാരണം അതിന് പിന്നിലൊരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം അവർ പൊല്യൂഷൻ നടത്തുന്നതുകൊണ്ട് മാത്രമല്ല സമരം ചെയ്യുന്നത്. കൊക്കക്കോള എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഒരു സിമ്പലാണ്. അതൊരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ പ്രതീകമാണ് ആ സമരം. അതുകൊണ്ടാണ് അതിലേക്ക് ഒരുപാട് ആളുകൾ കക്ഷി ചേരുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ആ സമരത്തെ പിന്തുണച്ച ഒരാളാണ്. VS അതിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? VS-ൻ്റെ പാർട്ടിയാണ് CPM. CPM-ൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ ഭരിക്കുമ്പോഴാണ് വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് കൊക്കക്കോളയെ പ്ലാച്ചിമടയിലേക്ക് ആനയിക്കുന്നത്, ക്ഷണിച്ചു വരുന്നത്. അപ്പോൾ ആ മിനിസ്ട്രിയിൽ പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കമ്പനിക്കെതിരെ VS അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? VS അച്യുതാനന്ദൻ എന്തെങ്കിലും പ്രത്യേക വിരോധമുണ്ടോ? കൊക്കക്കോള നിന്നെ പിടിച്ച് കടിച്ചോ? മറ്റേ അറബിക്കഥയിൽ ചോദിക്കുന്നവർ അതുകൊണ്ടല്ലല്ലോ. പ്രശ്നം എന്താണ്? അതൊരു സാമ്രാജ്യത്വ പ്രതീകമാണ്. അപ്പോൾ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദനെതിരെ നിലപാട് സ്വീകരിച്ചു. MP വീരേന്ദ്രകുമാർ, മാതൃഭൂമിയുടെ ഉടമസ്ഥനൊക്കെ ആയിരുന്ന ജനതാദൾ നേതാവായിരുന്ന MP വീരേന്ദ്രകുമാർ അതിശക്തമായി ആ സമരത്തിൽ അണിനിരന്നു. അങ്ങനെ മേധാ പട്കർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോകത്തെ പരിസ്ഥിതി പ്രവർത്തകരും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളൊക്കെ അതിലേക്ക് അണിചേരുകയാണ് ഉണ്ടായത്. ആ സർക്കാരിന് ഈ സമരത്തെ തുടർന്ന് ഈ കമ്പനി പ്രവർത്തനം നിർത്തിവെക്കുകയും പിന്നീട് ട്രൈബ്യൂണൽ വേണമെന്ന ശുപാർശ ഡോക്ടർ K ജയകുമാർ അധ്യക്ഷനായ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിന് ശേഷം സർക്കാർ മാറി, VS അച്യുതാനന്ദൻ സർക്കാർ മാറി, UDF അധികാരത്തിൽ വരുന്നു. അപ്പോൾ UDF ആണ് ഈ ട്രൈബ്യൂണൽ ബില്ല് തയ്യാറാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ നാൾ വഴി പറഞ്ഞത് അവസാനം അതവിടെ രാഷ്ട്രപതിക്ക് പോയി. രാഷ്ട്രപതി പിന്നെ 2015 അത് തിരിച്ചയക്കുകയാണ്. ഇതിൽ പ്രശ്നങ്ങളുണ്ട്, ഇതിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അത് തിരിച്ചയക്കുന്നു. കാരണം ഇത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം ഇത് സ്റ്റേറ്റിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല, സ്റ്റേറ്റും കേന്ദ്രവും കൂടി ചേർന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് അതിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വരുന്നത്. രാഷ്ട്രപതി തിരിച്ചയച്ചു. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. ട്രൈബ്യൂണൽ പുതിയ നിയമം, ആ പഴയ നിയമത്തിൽ വരെ പുതിയ നിയമം കൊണ്ടുവരുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും, മന്ത്രിമാരൊക്കെ പറയാറുണ്ട്. അവരുടെ വാഗ്ദാനമാണ്, ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ കാരണം കൊക്കക്കോളയോട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഒരു തരത്തിലുള്ള വിരോധവും ഇല്ല. അതൊരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രതീകമായിട്ട് ഒരു സാമ്രാജ്യത്വ പ്രതീകമായിട്ട് പിണറായി വിജയൻ കാണുന്നില്ല. ചില പാർട്ടി കാണുന്നുണ്ടാവും, CPM കാണുന്നുണ്ടാവും, VS അച്യുതാനന്ദൻ കാണുന്നുണ്ടാവും. പിണറായി വിജയൻ ഒരിക്കലും കൊക്കക്കോളയ്ക്കെതിരെ സംസാരിക്കില്ല. കാരണം അത് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് വേറൊരു രാഷ്ട്രീയമാണ്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, വിദേശ നിക്ഷേപത്തിൻ്റെ രാഷ്ട്രീയമാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ രാഷ്ട്രീയമാണ്.
അതിൻ്റെ പേരിൽ കുറേ അല്പസ്വല്പം പരിസ്ഥിതി പ്രശ്നമൊക്കെ ഉണ്ടാക്കി അതങ്ങ് സഹിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിന്. അതല്ലാതെ അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം CPM രാഷ്ട്രീയം എവിടെയെങ്കിലും പ്രസംഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങളിൽ പിണറായി വിജയൻ നിലപാടാണ് ഈ സർക്കാർ പുലർത്തുന്നത്. അതുകൊണ്ടാണ് നിസ്സംഗത. അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ ബില്ല് പുതുക്കി അയക്കുകയോ പുതിയ ട്രൈബ്യൂണൽ വരികയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. P. രാജു ഇന്ന് വീണ്ടും പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിനും പറഞ്ഞായിരുന്നു ഞങ്ങൾ ചെയ്യും. അതെന്തോ നിയമസഭയിൽ മറുപടി എടുത്തിരുന്നു, ഞങ്ങളത് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യില്ല. അവർ പറയുന്ന മുഴുവൻ സാങ്കേതിക കാരണങ്ങളും ശുദ്ധ തട്ടിപ്പാണ്. നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്നും ബോഡി ലാംഗ്വേജ് ഒന്നും മനസ്സിലാവും. അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളതങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തൽക്കാലം പ്രതീക്ഷിക്കുക വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സമരമായിരുന്നു അത്. കാരണം കൊക്കോക്കോളയ്ക്കെതിരെ ലോകത്ത് നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു അത്. ആ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ വലിയ ഭീമൻ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഈ പ്രകൃതി ചൂഷണം, മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് സമരമായിട്ട് പ്ലാച്ചിമട സമരത്തെ നമുക്ക് കാണാം. കാരണം അതിൽ അണിചേർന്നിട്ടുള്ള ആളുകൾ, അതിന് ലഭിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പിന്തുണ നോക്കുമ്പോൾ അതൊരു ടെക്സ്റ്റ് ബുക്ക് സമരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പ്ലാച്ചിമടയുടെ കാര്യത്തിൽ ഇരകളോടും ഈ ദുരിതബാധിതരോടും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ്, ഒരു വൈൻഡിങ് അപ്പ് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.